മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം അമ്പരപ്പിക്കുന്നതാണ്. ഇത്രയും തിളങ്ങുന്ന വിജയം BJP നേതൃത്വം നൽകുന്ന മഹായുതി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിലാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അഘാടി. പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് വൻ വിജയം മഹായുതി നേടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ തിളക്കം മങ്ങിയതിൻ്റെ മധുര പ്രതികാരമായി മഹാരാഷ്ട്രയിലെ BJPയുടെ വിജയത്തെ കണക്കാക്കാം. എന്താണ് മഹാരാഷ്ട്രയിൽ ശരിക്കും സംഭവിച്ചത്? ജനങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും മഹായുതിയെ അധികാരത്തിലെത്തിച്ചത്? വിദഗ്ധർ നൽകുന്ന വിശദീകരണങ്ങൾ ഇവയൊക്കെയാണ്. മോദി പ്രഭാവം തന്നെയാണ് മഹാരാഷ്ട്രയിലെ വിജയത്തിന് കാരണമായി BJP ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. ജാർഖണ്ഡിലെ പരാജയം ഉയർത്തിയാണ് വിമർശകർ ഇതിനെ ചോദ്യം ചെയ്യുന്നത്. മോദിയുടെ വ്യക്തിപ്രഭാവം മാത്രം തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോരെന്ന വാദവും ഇവർ ഉയർത്തുന്നുണ്ട്. RSSൻ്റെ സ്വാധീനവും മഹാരാഷ്ട്രയുടെ മഹാവിജയത്തിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSSൻ്റെ നിസ്സഹകരണമാണ് BJPക്ക് തിരിച്ചടിയായതെന്ന വിലയിരുത്തൽ വന്നിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ RSS സംഘപരിവാർ സംഘടനകൾ സജീവമായതും BJPക്ക് കരുത്തായി. കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ചയും കപട രാഷ്ട്രീയത്തിനുമെതിരായ വിധിയെഴുത്തെന്നാണ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മോദി പറഞ്ഞത്. BJPയുടെ വികസന കാഴ്ചപ്പാടിന് അനുകൂലമായ വിധിയെന്നും മോദി അവകാശപ്പെട്ടു. ഇന്ത്യ മുന്നണി ഒരു തട്ടിക്കൂട്ട് സഖ്യമാണെന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട്. കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ പോലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ 2 പാർട്ടികൾ മത്സരിച്ചത് മുന്നണിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. BJP എന്ന വൻമതിലിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നവരാണ് NDAയുടെ മറ്റു പാർട്ടികൾ. ഭയം കൊണ്ടാണെങ്കിലും BJPയുടെ മേൽക്കൈ മറ്റെല്ലാ പാർട്ടികളും അംഗീകരിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ വലിയ പോരായ്മയും ഈ കെട്ടുറപ്പില്ലായ്മയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്തിയാണ് NDA മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 4 മാസത്തിനിടെ മാത്രം 1 ലക്ഷം കോടിയുടെ ക്ഷേമ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഇത് വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. സ്ത്രീകളുടെ അക്കൗണ്ടിൽ പ്രതിമാസം 1500 രൂപ എത്തുന്ന ലഡ്കി ബെഹിൻ പദ്ധതി വനിതാ വോട്ടർമാരെ ആകർഷിച്ചുവെന്നാണ് വിലയിരുത്തൽ. പതിവ് പോലെ ഹിന്ദുത്വ അജണ്ടയിൽ ഊന്നിയ നിലപാടുകളും ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോരാതെ നിലനിർത്താൻ NDA സഹായിച്ചു. ഷിൻഡെ, അജിത് പവാർ വിഭാഗങ്ങൾക്ക് BJPയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയൊക്കെ പൊതു ചർച്ചയായി മാറാതെ പരിഹരിക്കാൻ BJP നേതൃത്വത്തിന് സാധിച്ചു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിച്ചു. ശക്തമായ നേതൃത്വത്തിൻ്റെ അഭാവം ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറാത്ത വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് തുണയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മറാത്ത വോട്ടുകൾ മാത്രമല്ല, മുസ്ലിം, ദളിത് വോട്ടുകളും ചോർന്നതായാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസും ഉദ്ധവ് താക്കറെ പക്ഷവും ഉണ്ടായ തർക്കവും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിച്ചു. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനേറ്റ തിരിച്ചടി മറക്കാൻ മഹാരാഷ്ട്ര വിജയത്തിലൂടെ BJPക്ക് സാധിക്കും. ഒപ്പം ഇന്ത്യ മുന്നണിക്ക് വലിയൊരു പാഠം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്.